നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3:13-14. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇവിടെ ഒരു ശാപത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചുമാണ് ഈ വചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ളതായ ആ ഒരു സത്യം കർത്താവ് നിവൃത്തിയായി മരക്കുരിശിൽ തൂങ്ങി അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ശാപത്തിൽ നിന്ന് ശാപം നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മളൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നിവർത്തിച്ചത് എന്ന് ഉള്ള ഓർമ്മയോടെ നമ്മൾ ഈ നിലയിൽ നമ്മളെ ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എല്ലാ ആത്മീയ നന്മകൾക്കും കാരണമായി തീർന്നത് കർത്താവ് നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങി ആ ശാപമായി തീർന്നു. അവൻ നമുക്ക് പകരമായിട്ട് നമ്മൾ ശാപമായി തീരേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മളൊരു അനുഗ്രഹമായി തീരണം എന്നുള്ളതായ വലിയ പ്രതീക്ഷയോടെ ആണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കാൻ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം കർത്താവ് വാഗ്ദത്തം ചെയ്ത കാര്യമാണ്. ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും, അവൻ നമ്മളെ സകല സത്യത്തിൽ നടത്തും എന്നുള്ളതായ വലിയ വാഗ്ദത്തം അത് നമ്മളിൽ നിവൃത്തിയാകാൻ, അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ അവിടെ നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതും നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ളതായ വിളി അബ്രഹാമിന് നൽകി. ആദ്യം ആ ബലി നൽകിയിട്ട് ദൈവം തന്നിരിക്കുന്ന അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ചാണ് തുടർന്ന് വായിക്കുന്നത്. അതിന്റെ 2-3 വാക്യങ്ങൾ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി ആയിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം. അത് നമ്മളിൽ ഓരോരുത്തരിലും നിവൃത്തിയാകാൻ ആണ് കർത്താവ് അത് നമുക്ക് വേണ്ടി ശാപമായി തീർന്നത്. ആ വാഗ്ദത്തം നമുക്ക് പരിശുദ്ധാത്മാവിനാലാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തരുന്നത്. ആ നിലയിൽ ആ പരിശുദ്ധാത്മാ നിറവിൽ പരിശുദ്ധാത്മാവിന് കീഴിൽ നടത്തിപ്പിൽ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ പാതയിലാണ് നമ്മൾ നടക്കുന്നതെന്നുള്ളതായ നല്ല ഉറപ്പും നിശ്ചയവും നമുക്ക് ആവശ്യമാണ്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും പറയും, ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ദൈവം നിത്യജീവനെ തന്നു എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു അവസ്ഥയിൽ അവിടുന്ന് നമ്മളെ വിളിച്ച് നമ്മളെ ആ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാക്കി നമുക്ക് നിത്യജീവൻ എന്ന വാഗ്ദത്തം നമുക്ക് തന്നു. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന് ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരു ജീവനാണ്. അത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു നിത്യജീവിതമല്ല. യഥാർത്ഥത്തിൽ അതിന് ആരംഭവും കൂടെ ഉണ്ട്. നമുക്കത് ലഭിക്കുമ്പോൾ അതിൻ്റെ പുറകോട്ടും ഒരു ഭൂതകാലം കൂടെ ഈ നിത്യജീവനിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ ദൈവം കണ്ടിരുന്നു. അതിൻ്റെ ഒരു നിവർത്തീകരണമാണ് കാലാകാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നിത്യജീവൻ. അല്ലെ നമുക്ക് ഇവിടുന്ന് മരിച്ച് മാറ്റപ്പെട്ട് അവിടെ അതിനുശേഷം കർത്താവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു നിത്യജീവിതം തരുന്നതല്ല യഥാർത്ഥ നിത്യജീവന്റെ അനുഭവം. അതിനൊരു ഭൂതകാലം കൂടുണ്ട്.
അതിന് ആരംഭവും അവസാനവും ഇല്ലാത്ത ഒരു ജീവിതമാണ് നിത്യജീവൻ. അത് യേശുവിലുള്ള ജീവനാണ് നിത്യജീവൻ എന്ന് ദൈവവചനം നമ്മളോട് ഓർപ്പിക്കുന്നു. അത് യേശുവിൻ്റെ ജീവനാണ്. യേശു ആൽഫയും ഒമേഗയുമാണ്, ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. ആ നിലയിലുള്ള യേശുവിൻ്റെ ജീവനാണ് നിത്യജീവൻ. അതിനായിട്ട് ആ ഒരു വലിയ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നിവർത്തീകരിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഇത് നമുക്കൊരു അനുഗ്രഹത്തിന്റെ മേശയാണെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നല്ലോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പോഴിത് നമ്മൾ ഈ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവമാണത്. അതുപോലെ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഇത് അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവം നമുക്ക് വേണ്ടി തന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് മരത്തിൽ നമുക്ക് വേണ്ടി തൂങ്ങി ശാപമായി ഈ അനുഗ്രഹമെല്ലാം നമ്മൾക്ക് അനുഭവമാക്കി തന്നിരിക്കുകയാണ്. വിശ്വാസത്താൽ ഇത് നമ്മൾ അനുഭവിക്കാനായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ അനുഗ്രഹമായിരിക്കാം? നമ്മൾ ഒന്നാമത് അനുഗ്രഹം പ്രാപിക്കുക, ഈ അനുഗ്രഹം പരിശുദ്ധാത്മാവിലുള്ള ഈ അനുഗ്രഹം പ്രാപിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുക. അതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അത് ആ നിലയിൽ നമ്മൾ ഈ അനുഗ്രഹത്തെ കാണണം. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 2 കൊരിന്ത്യർ 2:15 നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെയും ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ നിലയിൽ അനുഗ്രഹമായിരിക്കേണ്ട ഒരു സ്ഥാനം, നമ്മുടെ സ്ഥാനം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നമുക്ക് കർത്താവിന്റെ സൗരഭ്യവാസനയായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്ന ഒരനുഗ്രഹം. അതിനെക്കുറിച്ച് നമ്മൾ നിശ്ചയമുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ 16-ാം വാക്യത്തിൽ, അതിന്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിനാർ പ്രാപ്തൻ എന്നാണ് അതിന്റെ 16-ാം വാക്യം. ചിലർക്ക് ഈ മണം, നമ്മൾ നേരത്തെ ജോജി ബ്രദർ പറഞ്ഞ് നമുക്കറിയാമല്ലോ, ഈ യുദ്ധത്തിലൊക്കെ തടവുകാരായിട്ട് പിടിക്കപ്പെട്ട് പോകുമ്പോൾ അതിലെ പട്ടാളക്കാർക്കൊരു ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമാണ് അവരുടെ ഉള്ളിലുള്ളെങ്കിൽ, ഈ പിടിക്കപ്പെട്ട തടവുകാർക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ ലക്ഷ്യസ്ഥാനത്ത് ചെന്നാൽ അവർക്കുള്ള വാസന ഒരു മരണത്തിന്റെ വാസനയാണ്. അവര് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും തുടർന്ന് മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് അവർക്കും അറിയാം. ആ നിലയിൽ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെ ഇടയിലുള്ള ഒരു സൗരഭ്യ വാസനയായിട്ട് ദൈവം നിൽക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളുടെ സാന്നിധ്യം തന്നെ ചിലർക്കതൊരു ഒരു നല്ല സ്മെല്ലാണെങ്കിൽ ചിലർക്കതൊരു മരണത്തിന്റെ മണമായിട്ട് അനുഭവപ്പെടും എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം നമ്മൾ വായിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. വൃദ്ധനായ ശിമോൻ യേശുവിനെ കൊണ്ട് ദൈവാലയത്തിൽ മാതാപിതാക്കൾ ചെന്നപ്പോൾ അവനെ കയ്യിലെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 2:34. പിന്നെ ശീമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിൽ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിന്റെ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളമായി വെച്ചിരിക്കുന്നു. അപ്പോൾ യേശു വന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാനെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഈ വാക്യം പറയുന്നത് പലരുടെയും അനേക ഹൃദയങ്ങളുടെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനായും വെച്ചിരിക്കുന്നു. അപ്പോൾ ചിലർക്കിത് ഒരു അനുഗ്രഹമല്ല, ഒരു മരണത്തിന്റെ വാസനയാണ് യേശുവിന്റെ അനുഭവം അവിടെ കൊടുക്കുന്നതെന്നാണ് ഇവിടെ ആ വാക്യം പറയുന്നത്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാണാനായിട്ട് കഴിയണം. നമ്മളെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം ആ അനുഗ്രഹത്തിന്റെ
അനുഭവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് അത് അനേകർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ് അതിലൂടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ കർത്തൃമേശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 19 നമ്മൾ വായിക്കുന്നത്, ലൂക്കോസ് 22:19, പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവകൽപ്പനയുടെ ഒരു അനുസരണമാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. കർത്താവിൻ്റെ ഈ രക്ഷണീയ പ്രവൃത്തിയെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നതും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ചെയ്ത ഈ രക്ഷണീയ പ്രവൃത്തികളെ ഓർക്കുവാനുള്ള ഒരു വലിയ അനുഭവവും സമയമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം അതിൽ നമ്മൾ ഇത് പറയുന്നു. പരിശുദ്ധാത്മാവിനെ അവിടെ പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്, കേവലം ഒരു ചടങ്ങോ അനുഭവമല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ഓർപ്പിക്കേണ്ടത്. നമ്മൾ കേവലം മനസ്സുകൊണ്ട് ഓർത്താൽ പോരാ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിൽ ഈ കാര്യങ്ങളെ നമ്മൾ ഓർക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലെ അതിന്റെ ആഴമായ ആ ദൈവസ്നേഹത്തിന്റെ ആ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഓർക്കപ്പെടുക. എങ്കിലും ഇവിടെ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 14:26 എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം. നമുക്ക് പ്രായമാകുമ്പോൾ പല കാര്യങ്ങളും മറവി നമുക്കുണ്ട്. എന്നാൽ നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോവുകയില്ല. അത് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈ നമ്മുടെ ജഡപ്രകാരമുള്ള നമ്മുടെ മറവി അതിനെ സ്വാധീനിക്കുകയില്ല. നമ്മൾ ആ നിലയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുന്ന അത് നമ്മൾ എത്ര ഓർമ്മക്കുറവുള്ളവരാണെങ്കിലും അല്ലെ പ്രായത്തിന്റെ ബലഹീനതയിൽ വരുന്ന ഓർമ്മക്കുറവുകളെ ഒന്നും അത് ബാധിക്കുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, ആ നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്ന കാര്യങ്ങളെ നമ്മൾ ഓർക്കുവാൻ ഇടയായി തീരണം എന്ന് ഇവിടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ 1 കൊരിന്ത്യർ 11:24 നമ്മൾ എല്ലാ കർത്തൃമേശയിലും ഒക്കെ വായിക്കുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്പോൾ ഇതെല്ലാം കർത്താവ് നമ്മളെ ഓർപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഓർപ്പിച്ചുണർത്തുവാൻ ദൈവം തന്നിരിക്കുന്നതായ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ അടുത്ത കാര്യം പാനപാത്രത്തിന്റെ കാര്യവും, അപ്പവും പാനപാത്രവും രണ്ടായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ പറയും. അപ്പോൾ അത് കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനും നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഈ കാര്യങ്ങളെ ചെയ്തതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക അനുഭവത്തിൽ അത് കൊണ്ടുവരാൻ ഇടയായി തീരണം. എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളിൽ വളരെ ആ നിലയിൽ കർത്താവിൻ്റെ സാക്ഷിയായി തീരുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കണമെന്നില്ല, നമ്മൾ അവിടെ ഒരു പ്രസംഗം പറയണമെന്നില്ല. നമ്മുടെ സാന്നിധ്യം, നമ്മൾ ആരാണ് എന്നുള്ളത് ഒരു സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ ഇരിപ്പും നമ്മുടെ നടപ്പും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ നിൽപ്പും എല്ലാം ഒരു സാക്ഷ്യത്തിന്റെ ഭാഗമാണ്. അത് രക്ഷിക്കപ്പെടുന്നവരുടെ നശിക്കുന്നവരുടെ ഇടയിൽ ആ ഒരു സാക്ഷിയായി തീരാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ശക്തിയിലല്ല, സ്വയബലത്തിലല്ല, ദൈവത്തിന്റെ ആത്മാവിനുള്ള ആശ്രയത്തിലും ആ ശക്തിയിലും ആ നിലയിൽ നമ്മളാകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ഒരു ആ സാക്ഷിയായി ആ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിൻ്റെ വലിയ സഹിത്വവും കൂട്ടായ്മയും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ അനുഭവവും ദൈവം തന്നു. അതിനായിട്ടെല്ലാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം ആ നിലയിൽ നമ്മളെ ദൈവം എല്ലാ അനുഗ്രഹം ലഭിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു. ആ നിലയിൽ നമ്മളൊരു അനുഗ്രഹമായി തീരുവാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും ദൈവം നമ്മളെ അധികം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ ഞാൻ